മനുഷ്യനെ മറ്റെല്ലാ സൃഷ്ടവസ്തുക്കളിലും നിന്ന് വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ മസ്തിഷ്കമാണ്. മനുഷ്യൻ്റെ വ്യക്തിത്വവും അവൻ്റെ വികാരങ്ങളും വിചാരങ്ങളുമെല്ലാം മസ്തിഷ്കത്തിലാണ്. അതിനുമപ്പുറം അവൻ്റെ ആത്മീയതയും ദൈവവുമായുള്ള ബന്ധവും നിർണയിക്കുന്നതും മസ്തിഷ്കം തന്നെ. ദൈവമെന്ന മഹാശക്തിയുമായി മനുഷ്യാത്മാവിനെ ബന്ധിപ്പിക്കുന്ന അവയവം കൂടിയാണ് അതെന്ന് പറയുന്നതിൽ തെറ്റില്ല. മസ്തിഷ്കത്തിൻ്റെ സ്വഭാവവും അതിൻ്റെ ഘടനാപരമായ സവിശേഷതകളും വിശകലനം ചെയ്താൽ നമുക്ക് മുന്നിൽ വെളിപ്പെടുന്ന യാഥാർത്ഥ്യങ്ങൾ അതിശയകരമാണ്. ആത്മീയമായ അനുഭവങ്ങളെല്ലാം തന്നെ മസ്തിഷ്കശാസ്ത്രം വഴി വിശദീകരിക്കുവാൻ സാധിക്കുമെന്ന് നാം കണ്ടു. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മുതൽ ചുറ്റുമുള്ള സകലർക്കും അതിശയമായി മാറിയിരുന്ന ഒട്ടേറെ ഉദാഹരണങ്ങൾ ഇത്തരത്തിൽ നമുക്ക് മുന്നിലുണ്ട്. ആത്മീയതയും അതുമായി ബന്ധപ്പെട്ട പ്രതിഭാസങ്ങളും എന്നും അനേകർക്ക് വിസ്മയ കാരണങ്ങളായിട്ടുണ്ട്. അമാനുഷികമായ സിദ്ധികളും പ്രത്യേകതകളുമുള്ള ചിലർ ഇന്നും നമുക്കിടയിലുണ്ട്. അത്തരത്തിൽ ക്രൈസ്തവരായ ചിലരിൽ മാത്രം കണ്ടിട്ടുള്ള ചില സവിശേഷ അടയാളങ്ങളുണ്ട്. ക്രിസ്തുവിൻ്റെ പീഡാസഹനവേളയിലെ മുറിവുകളെ സ്വന്തം ശരീരത്തിൽ പേറുവാൻ ഭാഗ്യം ലഭിക്കുകയും സഭയും ലോകവും അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള ചിലർ. ക്രിസ്തുവിൻ്റെ മുറിവുകൾ ഞാൻ എൻ്റെ ശരീരത്തിൽ പേറുന്നു, അവൻ്റെ സഹനത്തിൽ കുറവുള്ളത് ഞാൻ എൻ്റെ സഹനങ്ങൾ കൊണ്ട് പൂർത്തിയാക്കുന്നു. ഇത് പൗലോസ്ലേഹയുടെ വാക്കുകളാണ്. പൗലോസ്ലേഹയുടെ ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹം പഞ്ചക്ഷതധാരിയായിരുന്നുവെന്ന് ചില വ്യാഖ്യാനങ്ങളുണ്ട്. ചിലർ പൗലോസ്ലേഹയെ അപ്രകാരം കണക്കാക്കുന്നുണ്ട്. പൗലോസ്ലേഹ പഞ്ചക്ഷതധാരിയായിരുന്നു എന്നുള്ളതിൽ നമുക്ക് നിശ്ചയമായ നിഗമനങ്ങളിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ പഞ്ചക്ഷതം അഥവാ സ്റ്റിഗ്മാറ്റ എന്ന് പറയുന്നത് ഇന്ന് വിശ്വാസ മേഖലയിൽ, പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പാരമ്പര്യത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. സാധാരണക്കാരായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പഞ്ചക്ഷതം എന്ന് പറയുന്നത് ഉത്കൃഷ്ടമായ ആത്മീയതയുടെയും ക്രൂശിതനായ ക്രിസ്തുവിനോടുള്ള താതാത്മീകരണത്തിൻ്റെയും ഒക്കെ വലിയ നിദർശനങ്ങളാണ്. അവരെ അത്തരം വ്യക്തികളെ വലിയ വിശുദ്ധരായിട്ടാണ് ക്രിസ്തീയ പാരമ്പര്യം കണക്കിലാക്കുന്നതെന്ന്. ഇത് ഇപ്രകാരം ഒരു അതിസ്വാഭാവിക പ്രതിഭാസമായതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞരും ഈ പഞ്ചക്ഷതങ്ങളെ പഠിക്കുവാനായിട്ട് വലിയ താല്പര്യം കാണിച്ചിട്ടുണ്ട്. എന്താണ് ശാസ്ത്രത്തിനും ദർശനത്തിനുമൊക്കെ ഈ വിശ്വാസ വിഷയത്തെപ്പറ്റി പറയുവാനുള്ളത്? ന്യൂറോ സയൻസിൻ്റെ കാഴ്ചപ്പാടിൽ സ്റ്റിഗ്മാറ്റയെപ്പറ്റി എന്താണ് നമുക്ക് ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ജീവിതപുണ്യം കൊണ്ട് ശ്രദ്ധേയരായ ഒരുപിടി വ്യക്തിത്വങ്ങളിൽ ഏറ്റവും ആദരവോടെ പരിഗണിച്ചിരുന്ന ഒരു സവിശേഷതയാണ് പഞ്ചക്ഷതങ്ങൾ. കഴിഞ്ഞ 8 നൂറ്റാണ്ടുകൾക്കിടയിൽ മുതൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ചിലരിൽ വരെ ഈ അടയാളങ്ങൾ പലപ്പോഴായി പ്രകടമായിട്ടുണ്ട്. ചില അവസരങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുകയും സാവകാശം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന രീതിയിൽ മുതൽ ജീവിതകാലം മുഴുവൻ പ്രകടമാകുന്ന വിധത്തിലും പഞ്ചക്ഷതങ്ങൾ പലരിലും കാണപ്പെട്ടിട്ടുണ്ട്. ശാസ്ത്രത്തിൻ്റെയും വിശ്വാസികളുടെയും മുന്നിൽ എക്കാലത്തും ഒരു ചോദ്യചിഹ്നമാണ് ഇത്. ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ ഫാദർ, ഈ പഞ്ചക്ഷതം അല്ലെങ്കിൽ സ്റ്റിഗ്മാറ്റ എന്ന പ്രതിഭാസം ക്രിസ്തുമതത്തിൽ വളരെ പോപ്പുലറാണ്. അതിനെക്കുറിച്ച് നമുക്ക് എന്ത്
പറയാൻ പറ്റും? അതെന്താണ്, അതിൻ്റെ റിലീജിയസ് സിഗ്നിഫിക്കൻസ് എന്താണ്? ശാസ്ത്രീയമായിട്ടും വളരെ പ്രസക്തി ഉള്ള ഒരു ചോദ്യമാണ് പഞ്ചക്ഷതം എന്ന് പറയുന്നത്. പഞ്ചക്ഷതം അഥവാ സ്റ്റിഗ്മാറ്റ എന്ന വാക്ക് വരുന്നത് തന്നെ ഗ്രീക്ക് മൂലമായ സ്റ്റിഗ്മ എന്ന പദത്തിൽ നിന്നാണ്. മാർക്ക്, അടയാളം എന്നുള്ളത് ശരിക്കും അതിൻ്റെ വിവർത്തനം എന്ന് പറയും. 13-ാം നൂറ്റാണ്ട് തുടങ്ങിയാണ് പഞ്ചക്ഷതം എന്ന പ്രതിഭാസം ക്രിസ്തീയ പാരമ്പര്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഫ്രാൻസിസ് അസീസിയുടെ പഞ്ചക്ഷതമാണ് ഏറ്റവും അധികം പ്രസിദ്ധമായിട്ടുള്ള പഞ്ചക്ഷതം. അദ്ദേഹം തന്നെയാണ് ആദ്യത്തെ പഞ്ചക്ഷതധാരിയായിട്ടും കണക്കാക്കപ്പെടുന്നത് എന്ന് പറയും. 400ഓളം പേര് പഞ്ചക്ഷതധാരികളുള്ളതായിട്ട് അനുമാനിക്കുന്നു. എല്ലാവരും യഥാർത്ഥത്തിൽ പഞ്ചക്ഷതധാരികളാണെന്ന് കണക്കാക്കപ്പെടുന്നില്ല. ചിലർ കൃത്രിമമായിട്ട് പ്രശസ്തിക്ക് വേണ്ടി കൃത്രിമമായിട്ട് പഞ്ചക്ഷതം ഉണ്ടാക്കിയെടുത്തവരുണ്ട്. അങ്ങനെ തന്നെ വസ്തുനിഷ്ഠമായിട്ട് തെളിയിക്കപ്പെട്ട ഒരു കേസുമുണ്ട്. ആധികാരികമായിട്ട് കത്തോലിക്ക സഭ ഒരൊറ്റ പഞ്ചക്ഷതധാരിയെ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. അസീസി പുണ്യവാളൻ്റെ പഞ്ചക്ഷതം മാത്രമേ ഔദ്യോഗികമായിട്ട് സഭ എല്ലാ പഠനങ്ങളും നടത്തിയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളൂ യഥാർത്ഥ പഞ്ചക്ഷതധാരി എന്ന്. അപ്പോൾ ചോദിക്കാം, പാദ്രെ പിയോയുടെ പഞ്ചക്ഷതം എന്ന് പറയും. ബെനഡിക്റ്റ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ നാമകരണ പ്രക്രിയകളുടെ ഇടയിൽ പ്രസ്താവിച്ചിട്ടുണ്ട്, അദ്ദേഹം സത്യസന്ധനായ വ്യക്തിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ പഞ്ചക്ഷതം അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയുടെ അടയാളമാണ് എന്ന്. എന്നാലും സഭയുടെ ഔദ്യോഗിക സംവിധാനങ്ങളുടെ പഠനത്തിൻ്റെ വെളിച്ചത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പാദ്രെ പിയോയുടെ കാര്യത്തിൽ ഇതുവരെയും പൂർത്തിയായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഞ്ചക്ഷതങ്ങളെക്കുറിച്ച് പലപ്പോഴായി വിവിധ മേഖലകളിലുള്ള ശാസ്ത്രജ്ഞർ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും അധികം പഠനങ്ങൾ നടത്തിയിട്ടുള്ളത് വൈദ്യശാസ്ത്ര രംഗത്തുള്ളവരാണ്. ഇതൊരു അസ്വാഭാവിക പ്രതിഭാസമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ക്രിസ്തുവിനോടുള്ള വൈകാരികവും ആത്മീയവുമായ ഐക്യം വഴിയല്ലാതെ ആർക്കും ഇന്നുവരെ പഞ്ചക്ഷതങ്ങൾ ഉണ്ടായിട്ടുള്ളതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. പഠനങ്ങൾക്ക് വിധേയമായവരിൽ ഭൂരിഭാഗം പേർക്കും വളരെ അസ്വാഭാവികമെന്ന വിധമാണ് ശരീരത്തിൽ മുറിവുകൾ കാണപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ആ മുറിവുകൾക്ക് ഒരിക്കലും അണുബാധ ഉണ്ടായിട്ടുള്ളതായി ആരുടെയും അനുഭവങ്ങളിലില്ല. ഇതും ശാസ്ത്രത്തിന് വിസ്മയമാണ്. പഞ്ചക്ഷതത്തെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? ശാസ്ത്രീയമായിട്ട് ന്യൂറോ ശാസ്ത്രത്തെക്കാൾ ഉപരിയായിട്ട് വൈദ്യശാസ്ത്രവും മനഃശാസ്ത്രവുമാണ് പഞ്ചക്ഷതത്തെ കൂടുതൽ ആഴത്തിൽ പഠിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഇത്തരം ശാസ്ത്രീയ പഠനങ്ങൾ എത്തിയിരിക്കുന്ന ചില നിഗമനങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഇത്തരം പഞ്ചക്ഷതങ്ങളെ പറ്റിയുള്ള അവകാശവാദങ്ങൾ സൂപ്പർ നാച്ചുറൽ ആണ് എന്നുള്ളത് തെളിയിക്കുവാനുള്ളത് ശാസ്ത്രത്തിൽ നിന്ന് ഒന്നും പറയുവാനായിട്ടില്ല. അത് ശാസ്ത്രത്തിൻ്റെ മേഖലയല്ല എന്ന് നമുക്കറിയാം. മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പഞ്ചക്ഷതങ്ങൾ അയാളുടെ തീവ്രമായ ആത്മീയതയുടെയും വിശ്വാസത്തിൻ്റെയും അടയാളമാണ്. അതുകൊണ്ട് തന്നെ അവ ദൈവിക ദാനമാണ്, ദൈവദത്തമാണ്. അതുകൊണ്ട് തന്നെ അതിന് അതിസ്വാഭാവികമായ ഉത്ഭവമാണ് ഉള്ളത്. അതുകൊണ്ടാണ് അസീസി പുണ്യവാളനെ പോലെയുള്ള വ്യക്തികൾ, മിക്ക പഞ്ചക്ഷതധാരികളും അവകാശപ്പെടുന്നത് അവർക്കൊരു ദർശനത്തിലൂടെ പഞ്ചക്ഷതങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കസാൻ സാക്കിസ് എത്ര തീവ്രമായ ഭാഷയിലാണ് ഫ്രാൻസിസ് അസീസിയുടെ പഞ്ചക്ഷത വേളയെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സെൻറ്റ് ഫ്രാൻസിസ് എന്നുള്ള നോവലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഏതായാലും സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ പഞ്ചക്ഷതത്തിനുള്ളത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു വിശദീകരണത്തിന് ശാസ്ത്രത്തിന് ഒന്നും തന്നെ പറയുവാനില്ല. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒറിജിൻസിൻ്റെ ഉത്ഭവം ഒന്നും ശാസ്ത്രത്തിന് തെളിവുകളൊന്നും കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നില്ല. രണ്ടാമത് പോസിറ്റീവായിട്ട് ശാസ്ത്രം പറയുന്ന കാര്യം, എന്നാൽ ഈ പഞ്ചക്ഷതധാരികൾ ആരും തന്നെ കൃത്രിമമായിട്ട് ഈ മുറിവുകൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്നുള്ളതിനും തെളിവുകളില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ രഹസ്യമായിട്ട് അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരിക്കാം ചിലരെങ്കിലുമൊക്കെ. പക്ഷേ ഇവയൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന മുറിവുകളാണ് എന്നുള്ളതിനും യാതൊരു തെളിവുകളും ഇല്ല എന്നുള്ളതാണ്. വീണ്ടും പഞ്ചക്ഷതത്തിൻ്റെ മുറിവുകളെ, ഈ ക്ഷതങ്ങളെ വൈദ്യശാസ്ത്രം പ്രത്യേകിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ അവർ പറയുന്നത് ഈ പഞ്ചക്ഷതധാരികളുടെ മുറിവിൽ നിന്ന് വരുന്ന രക്തം ഒറിജിനൽ രക്തം തന്നെയാണ്, അവരുടെ സ്വന്തം രക്തമാണ്. അതിൽ പ്രത്യേകമായ അണുബാധയൊന്നും ഉണ്ടാകുന്നില്ല. ചില പ്രത്യേക വ്യക്തികളുടെ കേസിൽ ഈ രക്തസ്രാവത്തിന് ഒരു ചെറിയ സുഗന്ധം തന്നെ ഉണ്ട് എന്നും പറയപ്പെടുന്നുവെന്ന് പറയുന്നത്. അതുകൊണ്ട് വേറെ എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ടോ അണുബാധ കൊണ്ടോ മുറിവുകൾ ഉണ്ടായെന്നോ അതിൽ നിന്നോ ഉണ്ടാകുന്നതാണോ എന്നുള്ള വ്യാഖ്യാനം ശാസ്ത്രം അംഗീകരിക്കുന്നില്ല. ഇതാണ് പൊതുവെ വൈദ്യശാസ്ത്രം ഈ മേഖലയെപ്പറ്റി നടത്തിയിരിക്കുന്ന പഠനം. മനഃശാസ്ത്രജ്ഞർ
കൂടുതൽ ഗഹനമായ പഠനങ്ങൾ പഞ്ചക്ഷതത്തെ പറ്റി നടത്തിയിട്ടുണ്ട്. ഇത് ശരിയാണോ, ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയും. വൈദ്യശാസ്ത്രത്തിൻ്റെയും മനഃശാസ്ത്രത്തിൻ്റെയും മറ്റ് ശാസ്ത്രശാഖകളുടെയും എല്ലാം സംയോജിതമായ പഠനങ്ങളിലൂടെ ഇതിനകം വെളിപ്പെട്ടിട്ടുള്ള സൂചനകൾ അനുസരിച്ച് പഞ്ചക്ഷതങ്ങൾ ആത്മീയമായ ചില സവിശേഷതകളെ ഉൾക്കൊള്ളുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ആത്മീയ ഔന്നത്യമാണ് ചില സാഹചര്യങ്ങളിൽ ഒരു മിസ്റ്റിക്കൽ അനുഭവമായി പഞ്ചക്ഷതത്തിൻ്റെ രൂപത്തിൽ വെളിപ്പെടുന്നത്. വിശ്വാസികളുടെ ഇതു സംബന്ധിച്ച ബോധ്യങ്ങളെ ചില ശാസ്ത്രജ്ഞരുടെ തിരിച്ചറിവുകൾ പിന്തുണയ്ക്കുന്നുണ്ട്. പീഡാനുഭവ വേളയിൽ അത്യധികം ക്രൂരമായ സഹനങ്ങളിൽ കൂടി കടന്നുപോയ ക്രിസ്തുവുമായുള്ള ആ വ്യക്തിയുടെ താതാത്മീകരണമാണ് പഞ്ചക്ഷതത്തിന് കാരണമെന്ന് മനഃശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തുന്നു. മൊത്തത്തിൽ ശാസ്ത്രീയമായ നിഗമനങ്ങളുടെ സംഗ്രഹം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശാസ്ത്രത്തിന് പഞ്ചക്ഷതത്തെ പൂർണ്ണമായിട്ടും സ്ഥിരീകരിക്കുവാനോ വിശദീകരിക്കുവാനോ സാധിച്ചിട്ടില്ല. എന്നാൽ ശാസ്ത്രത്തിന് ഇത് മുഴുവനും അസംബന്ധമാണ് എന്ന് പറഞ്ഞ് എഴുതി തള്ളുവാനായിട്ടും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിലുപരി വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പഞ്ചക്ഷതത്തിലുള്ള വിശ്വാസങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നു, കൂടുതൽ യുക്തിഭദ്രത ലഭിക്കുന്നുവെന്ന് ശാസ്ത്രീയ നിഗമനങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരമൊരു അവകാശവാദം ഉന്നയിക്കുന്നത്? ഒന്നാമതായിട്ട് സൈക്കോളജിസ്റ്റ് നടത്തിയിരിക്കുന്ന ചില പരീക്ഷണങ്ങളുടെ വെളിച്ചത്തിൽ മർദ്ദകർ ഒരു വ്യക്തിയെ ഒരുപാട് പീഡിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ അരയ്ക്ക് ചുറ്റും കയറ് കെട്ടി അദ്ദേഹത്തെ മർദ്ദിക്കുകയായിരുന്നു. അരയ്ക്ക് ചുറ്റും കയറ് കെട്ടിയ ഭാഗത്ത് അദ്ദേഹത്തിന് ദീർഘകാലം വ്രണങ്ങളുണ്ടായിരുന്നു. പിന്നീട് ആ വ്രണങ്ങൾ സുഖമാക്കപ്പെട്ടു. ഈ വ്യക്തിയെ മനഃശാസ്ത്രത്തിൻ്റെ ഹിപ്നോസിസിന് വിധേയമാക്കി വർഷങ്ങൾക്ക് ശേഷം അപ്പോഴുണ്ട് ആ ഉണങ്ങിയ മുറിവുകളിൽ നിന്ന് വീണ്ടും വെള്ളവും രക്തവും പുറത്തു വരികയാണ് എന്നുള്ളതാണ്. അതായത് ആ വ്യക്തിയുടെ മനസ്സിൽ ഈ ഉണങ്ങിയ മുറിവുകളിനെ സജീവമാക്കുവാൻ വേണ്ട സവിശേഷതകൾ അല്ലെങ്കിൽ ശേഷി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വീണ്ടും വളരെ വിശുദ്ധയായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ജർമ്മനിയിൽ 1921 നടത്തിയ പരീക്ഷണമാണ് എന്ന് തോന്നുന്നു. എലിസബത്ത് എന്നാണ് അവരുടെ പേര്. അവർക്ക് മറ്റുള്ളവരുടെ വേദനകളൊക്കെ ഏറ്റുവാങ്ങി അവർക്ക് സൗഖ്യം കൊടുക്കുക എന്നുള്ളത് അവരുടെ ഒരു ജീവിതശൈലിയുടെ തന്നെ ഭാഗമായിരുന്നു. മറ്റുള്ളവരുടെ വേദനകളും മുറിവുകളും സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി മറ്റുള്ളവർക്ക് സൗഖ്യം നൽകുക എന്ന് പറയുന്നു. ഈ വ്യക്തിയെ മനഃശാസ്ത്രജ്ഞരുടെ ഹിപ്നോസിസിന് വിധേയമാക്കി അവരോട് പറഞ്ഞു, നിൻ്റെ ശിരസ്സിന് ചുറ്റും ഞാനൊരു മുൾക്കിരീടം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ മുൾക്കിരീടം എന്ന് പറയുന്നത് എവിടെ നിന്ന് വരുന്നതാണെന്ന് നമുക്കറിയാം. അത് ക്രിസ്തുവിൻ്റെ ശിരസ്സിന് ചുറ്റും വെച്ച മുൾക്കിരീടത്തിൻ്റെ സൂചനയായിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അവരുടെ ശിരസ്സിന് ചുറ്റും ഒരു മുൾക്കിരീടവും വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ശാസ്ത്രജ്ഞന് ഈ വ്യക്തിയോട് ഹിപ്നോസിസിൻ്റെ വേളയിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ശിരസ്സിന് ചുറ്റും ഏതാണ്ട് മുള്ളുകൾ കൊണ്ടുള്ള സൂചികൾ പതിപ്പിച്ചതുപോലെ രക്തം വമിക്കുകയും മുറിവുകൾ ഉണ്ടാവുകയും ശിരസ്സിന് ചുറ്റും വട്ടത്തിൽ നെറ്റിയിലുണ്ടായി എന്ന് ശാസ്ത്രീയമായ പരീക്ഷണത്തിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിലൂടെ നമ്മൾ എത്തുന്ന നിഗമനം എന്താണ്? അതായത് മാനസികമായ ഭാവങ്ങൾ, ഒരു വ്യക്തിയുടെ മാനസികമായ അവബോധങ്ങളും സംവേദനങ്ങളും ചിന്തകളുമെല്ലാം അവൻ്റെ ശരീരത്തിൽ അതിൻ്റെ ബാഹികമായ അടയാളങ്ങൾ ജനിപ്പിക്കുവാൻ പര്യാപ്തമാണ് എന്നുള്ളതാണ്. മനുഷ്യ ശരീരത്തിന് അതീതമായ ശക്തിയും സ്വാധീനശേഷിയും പ്രകടിപ്പിക്കുന്ന മനസ്സിൻ്റെ അഥവാ മസ്തിഷ്കത്തിൻ്റെ സവിശേഷമായ കഴിവാണ് ഇത്തരം അനുഭവങ്ങളിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നത് എന്ന് അവകാശപ്പെടുന്ന അനേകരുണ്ട്. അനവധി തത്വശാസ്ത്രജ്ഞരും ശാസ്ത്രശാഖകളും മനഃശാസ്ത്രവുമെല്ലാം ഇത്തരം ആശയങ്ങളെ പിന്തുണയ്ക്കുന്നു. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ അതിശയകരമായ സവിശേഷതകൾ ഇവിടെ പ്രകടമാവുകയാണ്. എന്നാൽ ഇത്തരം തീക്ഷ്ണമായ അനുഭവങ്ങൾക്ക് പിന്നിൽ മസ്തിഷ്കത്തിൻ്റെ കേവലം ഘടനാപരമായ സവിശേഷതകൾ മാത്രമാണുള്ളത് എന്ന് വിലയിരുത്താനാവില്ല. മനഃശാസ്ത്രപരമായിട്ട് ഇങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെയാണ് സ്റ്റിഗ്മാറ്റ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുക? ഇതിനെ നമ്മൾ അല്പം ഇൻ്റർഡിസിപ്ലിനറി ആയിട്ട് കാണേണ്ട ഒരു വിഷയമാണ് എന്ന് തോന്നുകയാണ്. ശാസ്ത്രവും മനഃശാസ്ത്രവും ന്യൂറോ സയൻസും ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും എല്ലാം ഒരുപോലെ സമന്വയിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും യുക്തിഭദ്രത വിശദീകരണം ഭൗതികമായിട്ട് ഇതിന് നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. ഭാരതീയ പാരമ്പര്യങ്ങളിലെ വലിയൊരു ദാർശനിക ഉൾക്കാഴ്ചയാണ്, പ്രത്യേകിച്ച് ബുദ്ധിസത്തിലേത്, മനസ്സാണ് ശരീരത്തെ പോലും സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്നത്.
അതിൻ്റെ മെറ്റഫിസിക്സ് മുഴുവൻ നമ്മൾ ഇവിടെ വിശദീകരിക്കുവാനായിട്ട് പോകുന്നില്ല. മൈൻഡ് ക്രിയേറ്റ്സ് ബോഡി എന്നുള്ള കാഴ്ചപ്പാട്. ജൈനിസം പറയും ദൃശ്യമായ ശരീരം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ 1% മാത്രമേ ഉള്ളൂ, ബാക്കി 99% എന്ന് പറയുന്നതും അദൃശ്യമായിട്ട് നിലകൊള്ളുന്ന മാനസിക അവസ്ഥകളാണ് എന്നുള്ളത് ജൈനിസത്തിൻ്റെ വലിയൊരു ഉൾക്കാഴ്ചയാണ്. അടുത്ത കാലത്ത് ബ്രെയിൻ മെഷീൻ ഇൻ്റർഫേസിൽ പാശ്ചാത്യ ലോകത്ത് നടന്ന സുപ്രധാനമായ ഒരു കണ്ടുപിടുത്തമാണ്. കുരങ്ങൻ്റെ കൈ കെട്ടിവെച്ചിട്ട് ആദ്യമേ അവനെ കമ്പ്യൂട്ടർ ഗെയിം കളിപ്പിക്കാനായിട്ട് പഠിപ്പിച്ചു. പിന്നീട് കൈ കെട്ടിവെച്ചിട്ട് ആർട്ടിഫിഷ്യൽ ലിംബ് അവന് ബ്രെയിനിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഗെയിം കളിക്കാൻ അവനെ പ്രേരിപ്പിച്ചു. വെറും ചിന്ത കൊണ്ട് മാത്രം കുരങ്ങൻ കമ്പ്യൂട്ടർ ഗെയിം കളിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ വെളിച്ചത്തിൽ ആ സയൻറ്റിസ്റ്റ് അവകാശപ്പെടുകയാണ്, ബ്രെയിൻ ഈസ് നൗ ഫ്രീഡ് ഫ്രം ദ ബോഡി. ബ്രെയിൻ ക്യാൻ എക്സിസ്റ്റ് ഓർ മൈൻഡ് ക്യാൻ എക്സിസ്റ്റ് ഈവൻ വിത്തൗട്ട് എ ബോഡി. അതല്പം ഇത് വളരെ വിപ്ലവാത്മകമായൊരു ക്ലെയിമാണ്. അത്രമാത്രം ശാസ്ത്രത്തിന് അവകാശപ്പെടാൻ സാധിക്കുമോ എന്ന് എനിക്കും സംശയമുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ പറഞ്ഞു വരുന്ന പോയിൻ്റ് ഇതാണ്, മനസ്സിൻ്റെ പ്രാമുഖ്യത്തെ, ശരീരത്തിന് അതീതമായിട്ടുള്ള മനസ്സിൻ്റെ പ്രാമുഖ്യത്തെ ഇന്ന് ന്യൂറോളജിക്കൽ സ്റ്റഡീസ് വലിയൊരളവ് വരെ സ്ഥിരീകരിക്കുകയാണ്. ഈ മനസ്സിന് ശരീരത്തെ സൃഷ്ടിക്കുവാനോ അല്ലെങ്കിൽ ശരീരത്തിലെ അടയാളങ്ങളെ സൃഷ്ടിക്കുവാനോ ഉള്ള ശേഷിയെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് സ്റ്റിഗ്മാറ്റയ്ക്ക് കൂടുതൽ ശാസ്ത്രീയമായ സാധ്യത ലഭിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയുവാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് പൊതുവേ നമുക്ക് ഇന്ന് ന്യൂറോ സയൻസിൽ നിന്നും മനഃശാസ്ത്രത്തിൽ നിന്നുമൊക്കെ പഞ്ചക്ഷതങ്ങൾ ഉണ്ടാകുവാനുള്ള സാങ്കത്യങ്ങളായിട്ട് പറയുവാനായിട്ട് സാധിക്കുന്ന ശാസ്ത്രീയമായ വിവരങ്ങൾ. മനുഷ്യൻ്റെ ഭൗതിക ശരീരത്തിനും ഭൗമികമായ ചിന്തകൾക്കുമെല്ലാം അപ്പുറം മറ്റൊരു തലം കൂടിയുണ്ട് എന്നതിൻ്റെ വെളിപ്പെടുത്തൽ പഞ്ചക്ഷതം പോലുള്ള മിസ്റ്റിക്കലായ അനുഭവങ്ങൾ നൽകുന്നുണ്ട്. വളരെ വ്യക്തമായും ക്രിസ്തുവിൻ്റെ കുരിശുമരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഭാസമാണ് ഇത് എന്നതിനാൽ ക്രൂശിതനായ ക്രിസ്തുവിനോടുള്ള സ്നേഹവും ഭക്തിയുടെ പൂർണ്ണതയും അവിടെ തെളിയിക്കപ്പെടുകയാണ്. ഈ സ്റ്റിഗ്മാറ്റ, ഈ പ്രതിഭാസം, ഇതിൽ നിന്ന് വിശ്വാസപരമായ എന്തൊക്കെ നിഗമനങ്ങളാണ്, കൺക്ലൂഷൻസാണ് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റുന്നത്? ഇതിൽ നിന്ന് നമുക്ക് പല നിഗമനങ്ങളിൽ മതാത്മകമായിട്ട് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നതാണ്. ഒന്ന്, നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു പ്രതിഭാസമാണ്. ഈ ശരീരത്തിൽ ഒതുങ്ങുന്നതല്ല. വിശ്വവിശാലമായ അന്തർധാരകൾ മനുഷ്യൻ്റെ ശരീരത്തിനും വ്യക്തിത്വത്തിനുമൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട്, മനസ്സിൻ്റെ പ്രാമുഖ്യം നമ്മുടെ മാനസിക വ്യാപാരങ്ങൾക്ക് ശാരീരികമായ അടയാളങ്ങളെ ജനിപ്പിക്കുവാൻ സാധിക്കുമെന്നുള്ളത് ഏതാണ്ട് മനഃശാസ്ത്രപരമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരം പ്രതിഭാസങ്ങളെ, ഇത്തരം നിഗമനങ്ങളെ നമുക്ക് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലൂടെ ആഖ്യാനം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ പഞ്ചക്ഷതങ്ങൾ എന്ന് പറയുന്നത് പഞ്ചക്ഷതധാരിയായിരിക്കുന്ന വ്യക്തിയുടെ ഉന്നതമായ ആധ്യാത്മികതയുടെ വലിയൊരു സ്ഥിരീകരണമാണ്. ഒരുവൻ പഞ്ചക്ഷതധാരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ക്രൂശിതനായ ക്രിസ്തുവിനോട് ഉത്കൃഷ്ടമായ ഒരു ബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ വലിയൊരു സ്ഥിരീകരണമാണ് അത് എന്നുള്ളതാണ്. അസീസി പുണ്യവാളന് ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളായിരുന്നു. അസീസി പുണ്യവാളനെ ക്രൂശിതനായ ക്രിസ്തു കുരിശിൻ ചുവട്ടിലായിരിക്കുമ്പോൾ ആശ്ലേഷിച്ചു എന്നാണ് പറയപ്പെടുന്നത് എന്ന് പറയും. അദ്ദേഹം ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായയാണ്, ബിംബത്തെയാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ താൻ അത്യധികമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധം പുലർത്തുമ്പോൾ ആ വ്യക്തിയെപ്പറ്റിക്ക് എൻ്റെ ഉള്ളിലുള്ള മാനസികമായ പ്രതീകങ്ങളും സങ്കല്പങ്ങളുമെല്ലാം എൻ്റെ ശരീരത്തിലും പേറുവാൻ ഞാൻ അറിയാതെ തന്നെ സ്വമേധയാ ആകുകയാണ് എന്ന് പറയാം. അതുകൊണ്ട് ഈശോ മിശിഹായുടെ ചിത്രം നമ്മൾ എപ്പോഴും കാണുന്നത് 5 മുറിവുകളോടും കൂടിയാണ്. ആ മുറിവുകളോടുകൂടിയ ക്രിസ്തുവിനെ ഞാൻ ഇത്ര അധികമായിട്ട് സ്നേഹിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും എൻ്റെ ശരീരത്തിലും ക്രിസ്തുവിൻ്റെ മുറിവുകളുടെ അടയാളങ്ങൾ ഉണ്ടാകാനുള്ള സാങ്കത്യമുണ്ട് എന്ന് പറയുവാനായിട്ട് സാധിക്കും. പഞ്ചക്ഷതങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് പിന്നിൽ ആ വ്യക്തിയുടെ മസ്തിഷ്കത്തിന് വലിയൊരു പങ്കുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അമാനുഷികമായൊരു പ്രതിഭാസം അഥവാ അത്ഭുതം എന്നതിലുപരി ആ വ്യക്തിയുടെ മനസ്സിൽ രൂപപ്പെടുന്ന ക്രിസ്തുവിനോടുള്ള അത്യഗാധമായ സ്നേഹമാണ് പഞ്ചക്ഷതം പ്രത്യക്ഷപ്പെടാൻ പ്രധാന കാരണമാകുന്നതെന്ന് ശാസ്ത്രചിന്തകർ വെളിപ്പെടുത്തുന്നു. സമാനതകളില്ലാത്ത, താരതമ്യങ്ങൾ സാധ്യമല്ലാത്ത
ആഴമായ ഒരു ഹൃദയബന്ധം ദൈവപുത്രനുമായി രൂപപ്പെടുന്ന പുണ്യചരിതരായ ചിലരുടെ ശരീരത്തിൽ ഇത്തരമൊരു പ്രതിഭാസം സംഭവിക്കുന്നത് ആ അർത്ഥത്തിൽ ദൈവികമായ അടയാളങ്ങൾ തന്നെയാണ്. ഈശോയെ കുരിശിൽ തറച്ചത് ആണി തറച്ചത് കൈയുടെ ഈ ഭാഗത്താണ് എന്ന് പറയുന്നു. എന്നാൽ പഞ്ചക്ഷതങ്ങൾ ഉണ്ടാകുന്നത് കൈവെള്ളയിലാണ്. അത് തന്നെ സൂചിപ്പിക്കുന്നത് എന്താണ്? പഞ്ചക്ഷതത്തിന് യാതൊരു മതാത്മകമായ ചരിത്രപരമായ അടിത്തറയും ഇല്ല എന്നുള്ളതല്ലേ എന്നുള്ളൊരു വിമർശനമുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ മനസ്സിൻ്റെ പ്രാമുഖ്യത്തിൻ്റെ ചട്ടക്കൂട് വെച്ച് ആഖ്യാനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ പൂരകത്വമില്ലായ്മയ്ക്ക് വിശദീകരണമായി കഴിഞ്ഞു. എവിടെ മുറിവുണ്ടായി എന്നുള്ളത് പ്രശ്നം, എവിടെ ക്രിസ്തുവിനെ ആണി തറച്ചു എന്നുള്ളത് പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ ഏത് ബിംബമാണ് എൻ്റെ മനസ്സിലുള്ളത്, അതിവിടെ ക്രിസ്തുവിനെ ആണി തറച്ചിരിക്കുന്നതായിട്ടാണ്, ക്രിസ്തുവിൻ്റെ കൈവെള്ളയിൽ ആണി തറച്ചിരിക്കുന്നതായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൈവെള്ളയിൽ എനിക്ക് പഞ്ചക്ഷതങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുവാനായിട്ട് സാധിക്കും. ഇവിടെയും നമ്മൾ കാണുന്നത് മനസ്സിൻ്റെ പ്രാമുഖ്യം തന്നെയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ആണി എവിടെ അടിച്ചെന്നുള്ള ചരിത്രപരമായ വാസ്തവികത അല്ല ഇവിടെ പ്രസക്തമായിട്ടുള്ളത്. വീണ്ടും പാദ്രെ പിയെ പോലെയുള്ള വ്യക്തികൾക്ക് മരണശേഷം ശരീരത്തിൽ ഒരിടത്തും പഞ്ചക്ഷതങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതായത് മനസ്സും ശരീരവും തമ്മിലുള്ള സമന്വയത്തിലൂടെയാണ് പഞ്ചക്ഷതം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നിഗമനത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നത്. മരിച്ചതിന് ശേഷം പാദ്രെ പിയയുടെ ശരീരത്തിൽ പഞ്ചക്ഷതങ്ങൾ ഇല്ലായിരുന്നു, ആവശ്യമില്ല. അതിനർത്ഥം അദ്ദേഹം നമ്മളെ കളിപ്പിക്കുകയായിരുന്നു എന്നുള്ളതല്ല. ഒന്നുകൂടി ഈ പറഞ്ഞ വ്യാഖ്യാനവുമായിട്ട് ഒത്തുപോകുന്നതാണ് മനസ്സിൻ്റെ പ്രവർത്തനം നിലയ്ക്കുമ്പോൾ അപ്രത്യക്ഷമാകുന്ന പഞ്ചക്ഷതങ്ങൾ എന്ന് പറയുന്നത്. ഇതുവരെ നടന്നിട്ടുള്ള നിരവധി ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ വെളിപ്പെട്ടിട്ടുള്ള വിവരങ്ങളനുസരിച്ച് പഞ്ചക്ഷതങ്ങൾക്ക് വ്യക്തവും വിശ്വാസപരവുമായ ഒരടിത്തറയുണ്ട്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഔന്നത്യമാണ് ഇവിടെ വെളിപ്പെടുന്നത്. അത്രമാത്രം തീക്ഷ്ണമായ ഒരാത്മബന്ധം ഒരു വ്യക്തിയുമായി രൂപപ്പെടുന്നെങ്കിൽ ആ ആത്മബന്ധത്തിലേക്ക് നയിക്കുന്ന ആത്മീയ ബോധ്യങ്ങളുടെ ശക്തി അവിടെ വെളിപ്പെടുകയാണ്. മൂന്നാമതായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും, പഞ്ചക്ഷതങ്ങളെ സംബന്ധിക്കുന്ന വിശ്വാസ വീക്ഷണങ്ങൾക്ക് കൂടുതൽ ഭൗതികവും പ്രകൃതിബദ്ധവുമായ സ്വീകാര്യതയും ബഹുമാന്യതയും ഈ ശാസ്ത്രീയ പഠനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നതേ ഉള്ളൂ എന്ന് പറയാനായിട്ട്. നാലാമതായിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഉപസംഹരിക്കാമെന്ന് തോന്നുന്നു. പഞ്ചക്ഷതത്തെ ശാസ്ത്രം 100% തെളിയിച്ചിരിക്കുന്നതായിട്ട് ഒരു മതത്തിനും അവകാശപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല. വീണ്ടും പഞ്ചക്ഷതം തീർത്തും തികഞ്ഞ അസംബന്ധമാണെന്ന് പറഞ്ഞ് ശാസ്ത്രത്തിന് ഒരു കാരണവശാലും തള്ളിക്കളയുവാനായിട്ട് സാധിക്കുകയില്ല. ശാസ്ത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഉൾക്കാഴ്ചകൾ ചേർത്ത് വായിക്കുമ്പോൾ മനഃശാസ്ത്രപരമായ കൂടുതൽ സ്വീകാര്യമായ സാങ്കത്യങ്ങൾ നമുക്ക് പഞ്ചക്ഷതത്തെ സംബന്ധിക്കുന്ന വിശ്വാസ സമീപനങ്ങൾക്ക് ലഭിക്കുകയാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ക്രിസ്തീയ പാരമ്പര്യത്തിലാണ് ഇത്രയധികമായിട്ട് ഈ പഞ്ചക്ഷത സങ്കല്പം നിലനിൽക്കുന്നത്. ഇതര മതപാരമ്പര്യങ്ങളിൽ എടുത്തു പറയത്തക്ക രീതിയിലുള്ള പഞ്ചക്ഷതത്തിൻ്റെ ചരിത്രമുള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം ഇത് ഒരു മനുഷ്യൻ്റെ വിശ്വാസവും ഒരു വ്യക്തിയുമായിട്ടുള്ള അഭേദ്യമായ ആത്മീയ ബന്ധത്തിൻ്റെയും കൂടി ആവിഷ്കാരമായതുകൊണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും. താങ്ക് യു ഫാദർ അഗസ്റ്റിൻ. അപ്പോൾ ഒരു കാര്യം ശരിയാണ്, ദർ ആർ സം ജെന്യുവിൻ കേസസ് ഓഫ് സ്റ്റിഗ്മാറ്റ. എല്ലാം അല്ലെങ്കിലും കുറച്ചെങ്കിലും. 2, ഈ സ്റ്റിഗ്മാറ്റ പഠിക്കുവാൻ കൂടുതൽ ഉപയോഗപ്രദമായിട്ടുള്ളത് മെഡിക്കൽ സയൻസും സൈക്കോളജി അല്ലെങ്കിൽ മെൻ്റൽ സയൻസുമാണ്, ഒരു പരിധിവരെ ന്യൂറോ സയൻസ്. മൂന്നാമത് അഗസ്റ്റിൻ പറഞ്ഞതുപോലെ ഇറ്റ് ഷോസ് ദ superiority of the mind on the body. It may not mean that മനസ്സാണ് ശരീരത്തെ ഉണ്ടാക്കുന്നത്, പക്ഷേ മനസ്സിന് നമ്മുടെ ശരീരത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നാണ്. അതിൻ്റെ സാങ്കേതികവും റിലീജിയസും ധാർമ്മികവുമായ പല പല കാര്യങ്ങളെക്കുറിച്ച് ഫാദർ അഗസ്റ്റിൻ ഇന്ന് പറയുകയുണ്ടായി. താങ്ക് യു വെരി മച്ച്. മസ്തിഷ്കശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ചില ദൈവിക യാഥാർത്ഥ്യങ്ങളുണ്ട്. തുറന്ന മനസ്സോടെ ശാസ്ത്രത്തെ സമീപിച്ചാൽ ഒരു വ്യക്തി ആഴമുള്ള ദൈവവിശ്വാസിയായി മാറും എന്നതിന് ഇത്തരം തിരിച്ചറിവുകൾ ദൃഷ്ടാന്തങ്ങളായി മാറുകയാണ്. ശാസ്ത്രത്തിൻ്റെ വഴികളിലൂടെ ആത്മീയതയുടെ ആഴങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്ര തുടരുന്നു. ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഈ ശാസ്ത്ര മതസംവാദ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ്.
ഈ ഡോക്യുമെന്ററി പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സപ്പ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 9745901960. ലാളിത്യത്തിൽ തുടങ്ങിയ ജീവരൂപം അതിസങ്കീർണമായ മസ്തിഷ്ക തലത്തിൽ എത്തിച്ചേർന്നപ്പോൾ പദാർത്ഥത്തിന് പ്രാർത്ഥിക്കുവാനുള്ള ശേഷി കൂടി ലഭിച്ചതാണെയാണ് നമ്മൾ ബ്രെയിന് എന്ന് വിശേഷിപ്പിക്കുന്നത്. എങ്ങനെയാണ് ബ്രെയിനിന് ഈ പ്രാർത്ഥിക്കുവാനുള്ള ശേഷി ലഭിച്ചിരിക്കുന്നത്? അത് ഈ വക രാസിക പ്രതിഭാസങ്ങളും കൂടി പരിണാമവിധേയമായിട്ട് നമ്മുടെ മസ്തിഷ്കത്തിൽ സന്നിവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. അവിടെ നമുക്ക് പ്രകൃതിയുടെ രാസികത്വത്തിൽ തന്നെ നമുക്ക് ഒരു അതിബുദ്ധിയുടെ അതിപ്രജ്ഞയുടെ സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്ന പോലെ ഒരു തരത്തിലുള്ള ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ലക്ഷണമാണ്, ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വിശ്വാസം. അത്തരണത്തിൽ നോക്കിയാൽ അല്പം ഫാർഫെച്ച്ഡ് ക്ലെയിം ആണെന്ന് തോന്നും. എത്തീസ്റ്റുകളെ ഒരുപക്ഷെ അസ്വസ്ഥരാക്കിയേക്കാം. ആരോഗ്യകരമായ ഒരു മസ്തിഷ്ക ഘടനയുടെ അഭാവമാണ് പലപ്പോഴും നിരീശ്വരത്വത്തിലേക്ക് നയിക്കുന്നത് എന്നാണ് പറയുന്നത്.